ഹായ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ, പ്ലസ് വണ്ണിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സെറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇന്നിപ്പോൾ നോക്കുന്നത് സെറ്റിൻ്റെ റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്ക് ഒരു സെറ്റിനെ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത്. there are two methods of representing a sets. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റോസ്റ്റർ ഓർ ടാബുലർ ഫോം. ഓക്കെ, ഒന്നുകിൽ റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യും, അതിന്റെ വേറെ പേരാണ് ടാബുലർ ഫോം. രണ്ടാമത് റെപ്രസെന്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോം. ഇത് ഓർത്തിരിക്കുക. ഓക്കെ, ഈ രണ്ട് പേരുകൾ ഓർത്തിരിക്കുക, റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡർ ഫോമിലും. ഇനി റോസ്റ്റർ ഫോം എന്ന് പറയുന്നതിന് പകരം ടാബുലർ ഫോം എന്ന് വേണമെങ്കിലും പറഞ്ഞാൽ മതി. അപ്പൊ എന്താണ് റോസ്റ്റർ ഫോം അഥവാ ടാബുലർ ഫോം എന്ന് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് വൺ, ഇൻ റോസ്റ്റർ ഫോം all the elements of a set are listed. The elements are being separated by commas and are enclosed within braces. Okay, അതായത് ഒരു എക്സാമ്പിൾ പറയാം, എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ആ സെന്റൻസ് വായിക്കാം. ഇപ്പൊ നമ്മൾ പറയണം set of all even positive integers less than 7. set of all positive integers less than 7. അപ്പം അത് ആരൊക്കെ വരും? അപ്പം അത് വരാൻ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്പർ ആയിരിക്കണം, അല്ലെ, ലെസ് ദാൻ 7 ആയിരിക്കണം. അപ്പൊ വരുന്നത് 2 വരാം, 4 വരാം, പിന്നെ 6 വരാം. ഈ 3 ആൾക്കാരെ വരത്തുള്ളൂ. ഇതിനെ നമ്മൾ ഇങ്ങനെ ഒരു നൊട്ടേഷനകത്ത് എഴുതുന്നു, ഒരു ബ്രാക്കറ്റ്. ഇതാണ് ബ്രേസസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. എഴുതുന്നതിനാണ് നമ്മൾ ബ്രേസസിന്റെ അകത്ത് എലമെന്റിനെ കോമാസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇപ്പം എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതുന്നതിന് പറയുന്ന പേരാണ് റോസ്റ്റർ അഥവാ ടാബുലർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബ്രേസസിന്റെ അകത്ത് എലമെന്റുകളെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കാം ആ സെന്റൻസ്. All the elements of a set are listed. The elements are being separated by commas and are enclosed within braces. മനസ്സിലായല്ലോ? ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, അതായത് set of all natural numbers which divide 42. 42നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഒന്ന് 1, പിന്നെ 2, പിന്നെ 3, പിന്നെ 6, പിന്നെ 7, പിന്നെ 14, പിന്നെ 21, പിന്നെ 42. അപ്പൊ ഈ ആൾക്കാരൊക്കെയാണ് 42നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഇതിനെ റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഇതിനെ നമ്മൾ കോമാസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെ ബ്രേസസിനകത്ത് എൻക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതുന്നതാണ് എന്ത്? റോസ്റ്റർ അഥവാ ടാബുലർ ഫോം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ റോസ്റ്റർ ഫോം ദ ഓർഡർ ഇൻ വിച്ച് ദ എലമെന്റ്സ് ആർ ലിസ്റ്റഡ് ഈസ് ഇംമെറ്റീരിയൽ. ഓക്കെ, അതായത് ഇപ്പോ ഒരാള് ഇങ്ങനെ എഴുതുന്നതിന് പകരം ആദ്യം 2 എഴുതി, പിന്നെ 1 എഴുതി, പിന്നെ 6 എഴുതി, പിന്നെ 3 എഴുതി, പിന്നെ 14 എഴുതി, പിന്നെ 7 എഴുതി, പിന്നെ 21, 42. ഓക്കെ, ആക്ച്വലി എന്താണ്, ഇവിടെയുള്ള എലമെന്റ്സ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ വ്യത്യാസം എന്താണ്? ഓർഡർ മാറിയിട്ടുണ്ട്. ആദ്യം 2, പിന്നെ 1, പിന്നെ 6, പിന്നെ 3, അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല, ഇതും ശരിയാണ്. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അതായത് ഇവിടെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. അതായത് 1 ആദ്യം എഴുതണമെന്നോ അല്ലെങ്കിൽ 2 ആദ്യം വരണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഡർ ഇൻ വിച്ച് ദ എലമെന്റ്സ് ആർ ലിസ്റ്റഡ് ഈസ് ഇമ്മെറ്റീരിയൽ. ഓക്കെ, ഇനി നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസിനെ പറ്റി പറഞ്ഞല്ലോ. ആരൊക്കെയായിരുന്നു? എ, ഇ, ഐ, ഒ, യു. ഇത് റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് ബ്രേസസിനകത്ത് നമ്മൾ എഴുതും.
ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റോസ്റ്റർ അഥവാ റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് സെറ്റ് ഓഫ്, അടുത്ത എക്സാമ്പിൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് വരുന്നത്? 1, 3, 5. ഇനി അത് ഇൻഫിനിറ്റ് നമ്പർ ഒരുപാടില്ലേ, അപ്പം ഒരുപാടുണ്ട്. അപ്പം നമ്മൾ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ, ആ കോമ ഉപയോഗിച്ച് അല്ലെ തിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇത് എന്ത് ചെയ്യണം, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനിങ്ങനെ ഡോട്ട് ഉപയോഗിച്ച് ഇങ്ങനെ എഴുതും. അതായത് ഇൻഫിനിറ്റി ആയിട്ട് ഇതിന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ ബ്രേസസിനകത്ത് എഴുതണം. മനസ്സിലായോ? അപ്പം ഇങ്ങനെ എഴുതുന്നതാണ് ടാബുലാർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓക്കെ, നെക്സ്റ്റ് നോട്ട്, it may be noted that while writing the set in roster form an element is not generally repeated. ഓക്കെ, അതായത് നമ്മൾ ഈ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോഴത്തേക്ക് ഒരു എലമെന്റ് ഒന്നിൽ കൂടുതൽ തവണ എഴുതേണ്ട ഒരു സാഹചര്യം വന്നാലും അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പറയാണ് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഫോമിംഗ് ദ വേർഡ് സ്കൂൾ. സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഫോമിംഗ് ദ വേർഡ് സ്കൂൾ. ഇതിന്റെ ലെറ്റേഴ്സിനെ നമ്മൾ എങ്ങനെ എഴുതണം, നമ്മുടെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പൊ ഇവിടുത്തെ എലമെന്റ്സ് ആരൊക്കെയാണ്? ആദ്യത്തെ എലമെന്റ് യെസ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് എഴുതാണ് യെസ്. അടുത്ത എലമെന്റ് ആരാണ്? സി. പിന്നെ അടുത്ത എലമെന്റ് ആരാണ്? എച്ച്. പിന്നെ അടുത്ത എലമെന്റ് ആരാണ്? ഒ. ഇനി അടുത്ത എലമെന്റ് ആരാണ്? ഒ തന്നെ. പക്ഷെ ഒ ഒരു തവണ നമ്മൾ എഴുതിയോണ്ട് ഇനി നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത എലമെന്റ് ആരാണ്? എൽ. ഓക്കെ, നമ്മൾ അതിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തു, ബ്രേസസിനകത്ത് എഴുതി. അപ്പം ഇങ്ങനെ എഴുതിയാൽ മതി, SCHOL, ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നോക്കിയേ, അതാണ് പറയുന്നത്. It may be noted that while writing the set in a roster form, an element is not generally repeated. That is, all the elements are taken as distinct. Okay. ഇനിയിപ്പം ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. നമ്മൾ തൊട്ടുമുമ്പത്തെ നോട്ടിൽ എന്താണ് പറഞ്ഞത്? ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ വേണമെങ്കിൽ എനിക്ക് ആദ്യം വേണമെങ്കിൽ എച്ച്, പിന്നെ ഒ, പിന്നെ എൽ, പിന്നെ സി, പിന്നെ എസ്, അങ്ങനെ എഴുതിയാലും തെറ്റില്ല. ഓക്കെ, അതാണ് പറയുന്നത്. Here the order of listing elements has no relevance. അത് ഓർഡറിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം സെറ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എലമെന്റ് ആവർത്തിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് എഴുതേണ്ട ആവശ്യമില്ല, ഒരു തവണ എഴുതിയാൽ മതി. കാരണം എന്താണ്, ഈ ഓർഡറിനെ എന്താണ് പറയുന്നത്, പൊതുവെ നമ്മൾ സെറ്റിനകത്ത് എഴുതുമ്പോഴത്തേക്ക് എലമെന്റ് റിപ്പീറ്റ് ചെയ്തില്ല. ഓരോ എലമെന്റും നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്, ഓർഡറിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോവാം. ഇൻ സെറ്റ് ബിൽഡർ ഫോം all elements of a set possess a single അതായത് നമ്മളിപ്പം ഇനി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെത്തേഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഒന്ന് റോസ്റ്റർ ഫോം അല്ലെ, പിന്നെ സെറ്റ് ബിൽഡർ ഫോം. അതിലെ റോസ്റ്റർ ഫോമിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റോസ്റ്റർ ഫോമിൽ എങ്ങനെയാണ് എലമെന്റ് എഴുതുന്നത്, എലമെന്റ്സിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് ബ്രേസസിനകത്ത് എഴുതുക. ഇനി നമ്മൾ പഠിക്കാൻ പോണത് സെറ്റ് ബിൽഡർ ഫോം, എങ്ങനെയാണ് എലമെന്റ്സിനെ എഴുതുന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോണത്. അതായത് ഈ സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെയാ ചോദിച്ചാൽ, all the element of a set possess a single common property, okay, which is not possessed by any element outside the set. അതായത് നമ്മുടെ AEIOU എക്സാമ്പിൾ പറയാം. ആ എലമെന്റുകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണ്, അവര് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസ് ആണ്. ഇവര് ഈ സെറ്റിന് പുറത്തുള്ള ആൾക്കാർ, ഈ AEIOU അല്ലാത്ത മറ്റു എലമെന്റുകളൊന്നും തന്നെ എന്തല്ല, വവൽസ് അല്ല. അപ്പൊ ഈ AEIOU എന്ന് പറയുന്ന ആൾക്കാർക്ക് മാത്രമായിട്ട് എന്തുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ആ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ എലമെന്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഇപ്പം 2, 4, 6, 8, 10 കൊണ്ടിരിക്കട്ടെ. ഈ എലമെന്റുകൾക്ക് മാത്രമുള്ള പ്രത്യേകത എന്താണ്, ഇവര് നാച്ചുറൽ നമ്പർ ആണ്, ഈവൻ നമ്പർ ആണ്,
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. ശരിയല്ലേ? 10 10 താഴെയുള്ള ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് 2 4 6 8 10. അപ്പൊ നോക്കി, ഈ പറഞ്ഞത് അവർക്ക് മാത്രമുള്ള പ്രത്യേകതയല്ലേ, പുറത്തുള്ള ആൾക്കാർക്കാർക്കും ഈ പ്രത്യേകതയില്ല. അപ്പൊ ഈ സ്പെഷ്യാലിറ്റിയുടെ ബേസിസിൽ നമുക്ക് എലമെന്റുകളെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോണത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, in the set A, E, I, O, U, all the elements possess a common property, namely each of them is a vowel in the English alphabet and no other letter possesses this property. അപ്പോൾ നമുക്ക് ചെയ്യാം, നമ്മൾ V എന്നാണ് ആ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് സെറ്റിനെ റെപ്രസെന്റ് ചെയ്തു. V എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ V ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ഇവിടെ നോക്കി ബ്രേസസ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട് സെറ്റ്. ഓക്കെ, ഇനി എഴുതും കളക്ഷൻ ഓഫ് എലമെന്റ്സ് എക്സ്. എക്സ് എന്ന് പറയുന്നത് നമ്മളൊരു സാങ്കല്പികമായിട്ട് എഴുതുന്നൊരു നൊട്ടേഷൻ ആണ് എക്സ്. ഈ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? ഒന്നുകിൽ എ ആകാം, ഇ ആകാം, ഐ ആകാം, ഒ ആകാം, യു ആകാം, അല്ലെ? അപ്പം എക്സ് എന്ന് വെച്ചാൽ ആരാകാം? എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. നോക്കിയേ, അപ്പൊ എഴുതിയിരിക്കുന്നു നോക്കിയേ, സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് എക്സ്. എന്റെ രണ്ട് കുത്ത്, ഈ രണ്ട് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എഴുതുന്നത് ആ എക്സുകൾക്കുള്ള പ്രത്യേകതയാണ്. നമ്മൾ എക്സ് നമ്മൾ ജനറലി ഒരു സാങ്കല്പികമായ ഒരു വേരിയബിളും അല്ലെ എന്ന് പറയുന്ന പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് എക്സ്. ഇനി എക്സിന്റെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത്. എക്സ് എന്ന് പറയുന്ന ഒരു വവ്വലേ ആകാൻ പാടുള്ളൂ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പൊ എക്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? എയും ഇയും ഐയും ഒയും യുവും. ഓക്കെ, അപ്പം ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഇങ്ങനെ ഈ എക്സ് എന്ന് തന്നെ എഴുതണം നിർബന്ധമില്ല. ഈ എക്സിന് പകരം വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇനി വൈ എന്ന് എഴുതാൻ താല്പര്യമില്ല, ഓക്കെ കുഴപ്പമില്ല, എങ്കിൽ നിങ്ങൾ ഇസഡ് എന്ന് എഴുതിക്കോളൂ, കുഴപ്പമില്ല. സെറ്റ് ഓഫ് ഓൾ ഇസഡ് സച്ച് ദാറ്റ് ഇസഡ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പൊ ഈ എക്സ് വൈ ഇസഡ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു എന്താ, ഒരു സിമ്പിൾ മാത്രമാണ്, നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ മാത്രമാണ്. ഓക്കെ, അപ്പം ഇവിടെ എഴുതുന്ന രീതി എങ്ങനെയാണ്? വി ഡിസ്ക്രൈബ് ദ എലമെന്റ്സ് ഓഫ് എ സെറ്റ് ബൈ യൂസിങ് ദ സിമ്പിൾ എക്സ്, ഓക്കെ, വിച്ച് ഈസ് ഫോളോഡ് ബൈ എ കോളൻ. ശരി, കോളൻ മീൻസ് ഈ രണ്ട് കുത്ത്. അപ്പൊ ആദ്യം നമ്മൾ ഒരു സിമ്പിൾ എക്സ് കൊടുക്കും, എന്നിട്ട് രണ്ട് കുത്ത് കൊടുക്കും, അതാണ് കോളൻ. ഈ കോളൻ സൈന് ശേഷം നമ്മൾ എന്ത് എഴുതും? വി റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി പൊസസ്ഡ് ബൈ ദ എലമെന്റ്സ് ഓഫ് ദിസ് സെറ്റ്. ഓക്കെ, ശരിയല്ലേ? പിന്നെ നമ്മൾ എഴുതുന്നത് ആ എക്സിന്റെ പ്രത്യേകതയാണ്. എക്സിന്റെ പ്രത്യേകത ഈ എക്സാമ്പിളിൽ ആ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? then enclose the whole description within a braces. നമ്മൾ braces ഉപയോഗിച്ച് അതിനെ എൻക്ലോസ് ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ഇതിനെ വായിക്കുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് നമ്മൾ ഇതിനെ വായിക്കുന്ന ഒരു രീതിയുണ്ട്. അത് വായിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, സെറ്റ് ഓഫ് ഓൾ എക്സ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഈ രണ്ട് കുത്തിനെ വായിക്കുന്നത് സച്ച് ദാറ്റ് എന്നാണ്. സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. വായിക്കേണ്ട രീതിയാണ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഓക്കെ, ഇൻ ദിസ് ഡിസ്ക്രിപ്ഷൻ ദ ബ്രേസസ് സ്റ്റാൻഡ് ഫോർ ദ സെറ്റ് ഓഫ് ഓൾ. അതേപോലെ ഇങ്ങനെ നമ്മൾ ഈ ബ്രേസസ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് വായിക്കേണ്ടത് സെറ്റ് ഓഫ് ഓൾ എന്നാണ്. മനസ്സിലായി? ആ ഡോട്ട് കോളനെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കോളൻ സ്റ്റാൻഡ്സ് ഫോർ സച്ച് ദാറ്റ്. ഓക്കെ, നമുക്ക് കൂടുതൽ എക്സാമ്പിളിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ദ സെറ്റ് എ എന്ന് പറഞ്ഞ സെറ്റ് ഡിഫൈൻ ചെയ്ത് നോക്കിയേ. ഈ പറഞ്ഞ ഫോമിലാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫോമിൽ പറയുന്ന പേരെന്താണ്? സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കി, ഇവിടെ ഇരിക്കുന്നു. ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? ബ്രാക്കറ്റ് നമ്മൾ വായിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ അല്ലെ. ഈ ബ്രേസിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആണ്, 3നേക്കാൾ വലുതും 10നേക്കാൾ ചെറുതും. അപ്പൊ ആരൊക്കെ വരും? 3 വരത്തില്ല, കാരണം 3നേക്കാൾ സ്ട്രിക്ട്ലി വലുതായിരിക്കണം അല്ലെ. 3നേക്കാളും വലുതായിരിക്കും എപ്പോഴാണ് എക്സ്. അപ്പൊ വരാൻ സാധ്യതയുള്ള സംഖ്യകൾ 4 അല്ലെ, 4, പിന്നെ 5,
പിന്നെ 6, പിന്നെ 7, പിന്നെ 8, പിന്നെ 9, 10 വരാൻ പറ്റുമോ? ഇല്ല. ആ എക്സ് ആരെക്കാൾ ചെറുതായിരിക്കണം? 10നേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ, അപ്പം ഇവരൊക്കെ ആയിരിക്കും ആ എലമെന്റ്സ് 4, 5, 6, 7, 8, 9. ഇതിനെയാണ് ഈ സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നമ്പർ ആൻഡ് 3 എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി if we denote the set described in A, B and C and rostered form by A, B, C respectively, then A, B, C can be also represented in set of builder form. അതായത് നമ്മൾ മുകളിൽ 3 എക്സാമ്പിൾസ് പറഞ്ഞായിരുന്നു, A, B, C. നോക്കാം ആ 3 എക്സാമ്പിൾസ് ആരൊക്കെയാണ്. ഇതാണ് ഒന്ന്, set of all natural numbers, set of all natural numbers which divided 42 അല്ലെ. ഇതിനെ നമുക്ക് ഈ പറഞ്ഞ ഫോമില്, ഓക്കെ, ഇത് നമ്മുടെ ടാബുലാർ ഫോമാണ്. ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 42. അപ്പം അതിനെങ്ങനെ എഴുതും നമുക്ക് നോക്കാം. നോക്കിയേ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ് 42. അങ്ങനെ നമുക്ക് എഴുതാം. ഇനി പിന്നെന്താണ് പറയുന്നത്? നമ്മൾ വൗവൽസിനെ പറ്റി എ, ഇ, ഐ, ഒ, യു, അതിന് നമ്മൾ എങ്ങനെ എഴുതും? ബി ഈക്വൽ ടു വേറെ നൊട്ടേഷൻ, വേറൊരു സെറ്റിന്റെ നൊട്ടേഷൻ, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഈസ് എ വൗവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. പിന്നെ നമ്മുടെ അടുത്ത എക്സാമ്പിൾ ഏതായിരുന്നു? നമ്മൾ 1, 3, 5, 7, 9 നമ്മുടെ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പം അതിന് നമ്മൾ ഈ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഇസഡ് സച്ച് ദാറ്റ് ഇസഡ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഏകദേശം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം പഠിച്ചത് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. നമ്മൾ എക്സാമ്പിളിലേക്ക് പോകാം, അപ്പം കുറച്ചുകൂടെ മനസ്സിലാവും. ഫസ്റ്റ് എക്സാമ്പിൾ, write the solution set of the equation x square plus x minus 2 equal to 0 in roster form. റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. അപ്പം ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0യുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലോ അല്ലെ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്ന ആരൊക്കെയാണ്? അപ്പം നമ്മൾ അതിനെ ഫാക്ടറൈസേഷൻ നടത്തി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പം നമ്മൾ എളുപ്പവഴി എന്താണ്? ഗുണിക്കുമ്പോൾ -2 കൂട്ടുമ്പോൾ 1 കിട്ടുന്ന സംഖ്യ. ശരിയല്ലേ? അപ്പം നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്താണ്? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. അവിടെ നിന്ന് എക്സ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 1 എന്നും -2 എന്നും കിട്ടും. ഇനി ഇങ്ങനെ എന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ സാധാരണ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന നമുക്ക് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ആ രീതിക്ക് ചെയ്ത് നോക്കിയാലും മതി. അപ്പം നിങ്ങൾക്ക് കിട്ടും എക്സ് ഈക്വൽ ടു 1 എന്നും -2 എന്നും കിട്ടും. അപ്പം നോക്കിയേ, അപ്പം എക്സിന്റെ വില അറിഞ്ഞാൽ പോരാ, അതിന് ഏത് ഫോമിൽ എഴുതി കാണിക്കണം? റോസ്റ്റർ ഫോമിൽ എഴുതി കാണിക്കണം. അപ്പൊ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതും? 1, 2 അല്ലെ, 1 -2. അപ്പൊ അതിന് എങ്ങനെ ചെയ്യണം? കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം, ബ്രൈസസിനകത്ത് എഴുതണം. അപ്പൊ ഇതാണ് ഉത്തരം. ഇങ്ങനെ എഴുതിയാലേ മാർക്ക് കിട്ടും. ഓക്കെ, ഇതിൽ എക്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോം സോൾവ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാം. ഇവിടെ എ എത്രയാണ്? എയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 1, ബിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് 1, സിയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് -2. അപ്പൊ നമ്മൾ എഴുതും -b. നമ്മുടെ ഇക്വേഷൻ ആണ് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a. അപ്പം ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1 എന്നും -2 എന്നും കിട്ടിക്കോളും. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അടുത്തത്, write the set x, write the set of all x such that x is a positive integer and x square less than 40 in the roster form. അതായത് സെറ്റ് ഓഫ് ഓൾ എക്സുകൾ, ആ എക്സിന്റെ പ്രത്യേകത എന്താണ്? എക്സിന്റെ നമ്മൾ സാങ്കല്പികമായി പറയുന്ന ഒരു പേരാണ്. എക്സിന്റെ പ്രത്യേകത ഒരു സിമ്പിൾ ആണ് എക്സ്.
എക്സ് എന്ന് പറയുന്ന ആള് ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ സ്ക്വയർ എടുത്താൽ 40-ൽ താഴെ വരാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ പോസിറ്റീവ് ഇൻഡിജർ എടുത്ത് നോക്കാം. 1 എന്ന് പറയുന്നത് എടുത്തു. 1 സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കി കഴിഞ്ഞാൽ അത് 40യേക്കാളും ചെറുതാണല്ലോ, കാരണം 1 സ്ക്വയർ 1 തന്നെയാണ്. ഓക്കെ, അപ്പൊ 1 ഈ കൂട്ടത്തിൽ വരുന്ന ആളാണ് ഇവിടെ അല്ലെ. ഇനി 2 ഇവിടെ വരാൻ പോകുന്ന ആളാണോ? നോക്കിയേ, 2 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണ്. 2ന്റെ സ്ക്വയർ കണ്ടുപിടിച്ച് നോക്കുക. അത് 40യേക്കാൾ ചെറുതാണോ? അതെ, കാരണം 2ന്റെ സ്ക്വയർ വെച്ചാൽ 4 ആണ്. അപ്പം 2 ഇവിടുത്തെ എലമെന്റ് ആണ്. ഇനി 3 ഇവിടെ വരുമോ? 3 ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണ്. 3ന്റെ സ്ക്വയർ 9. 9 എന്ന് പറയുന്നത് 40-നേക്കാൾ ചെറുതാണ്. അപ്പം അതും വരും. ഇനി 4 വരുമോ? 4 ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണ്. 4ന്റെ സ്ക്വയർ 16. 16 40-നേക്കാൾ ചെറുതാണ്. ഇനി 5 ഇവിടെ വരുമോ? വരും, കാരണം 5 ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണ്. 5ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 25. 25 40-നേക്കാൾ ചെറുതാണ്. ഇനി 6 ഇവിടുത്തെ എലമെന്റ് ആണോ? അതെ, 6 ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണ്. 6ന്റെ സ്ക്വയർ 36. 40-നേക്കാൾ ചെറുതാണ്. ഇനി 7 ഇവിടുത്തെ എലമെന്റ് ആണോ? 7 ഒരു പോസിറ്റീവ് ഇൻഡിജർ ആണ്. 7ന്റെ സ്ക്വയർ 40-നേക്കാൾ ചെറുതാണോ? അല്ല, 7ന്റെ സ്ക്വയർ 49 ആണ്. അപ്പൊ തെറ്റാണ്. അപ്പൊ നോക്കി, ആരും ഇനിയുള്ള ആരും തന്നെ വരില്ല, കാരണം ഇനി എടുത്താൽ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ വലുതാകത്തുള്ളൂ. 40-നേക്കാൾ വലുതാണ്. അപ്പം ഇവിടെ വരാൻ പോണ എലമെന്റുകൾ ആരൊക്കെയാണ്? 1, 2, 3, 4, 5, 6. നമ്മൾ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം, ബ്രേസസിനകത്ത് എഴുതണം. അപ്പൊ ഇതാണ് ആൻസർ. ഓക്കെ, ഇനി റൈറ്റ് ദ സെറ്റ് A equal to set of all 1, 4, 9, 16, 25 etc. in set builder form. അതായത് ക്വസ്റ്റ്യൻ ഇവിടെ ടാബുലാർ ഫോമിൽ തന്നിരിക്കുന്നു, അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിൽ തന്നിട്ട് അതിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാൻ. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ഇവർക്ക് ഏഴിലെ എലമെന്റുകൾക്ക് മാത്രമുള്ള പ്രത്യേകത എന്താണെന്ന് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കണം. ശരിയല്ലേ? ഏഴിലെ എലമെന്റുകൾക്ക് മാത്രമുള്ള പ്രത്യേകത. 7 എലമെന്റുകൾ ആരൊക്കെയാണ്? 1, 4, 9, 16, 25. ഈ എലമെന്റുകൾക്ക് എക്സെട്ര. ഈ പോകുന്ന എലമെന്റുകളുടെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ എലമെന്റ് 1 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ആണ്. ശരിയല്ലേ? ഈ 4 എന്ന് പറഞ്ഞ സംഖ്യയുടെ പ്രത്യേകത എന്താണ്? 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആണ്. അപ്പം ആദ്യം വന്നിരിക്കുന്നത് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ന്റെ സ്ക്വയർ ആണ്. രണ്ടാമതിരിക്കുന്നത് 4 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയർ ആണ്. ഇനി എന്താണ്? 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ആരാണ്? 3യുടെ സ്ക്വയർ ആണ്. ഇനി ആരാന്ന് നോക്കുന്നത്? 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4ന്റെ സ്ക്വയർ ആണ്. 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നോക്കി, ഇവിടുത്തെ എലമെന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയേഴ്സ് ആണ്. ശരിയല്ലേ? 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ എക്സെട്ര. ഈ രീതിക്ക് പോകുന്ന എലമെന്റുകളാണ്. അപ്പം നമുക്ക് ഇതിനെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എലമെന്റുകൾ എക്സിന്റെ പ്രത്യേകത എന്താണ്? എക്സ് ഈസ് എ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ. എക്സ് ഈസ് എ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതാണ് എഴുതിയിരിക്കുന്നത്. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ദ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ. കാരണം ഇവർക്ക് മാത്രമുള്ള പ്രത്യേകതയാണത്. ശരിയല്ലേ? അല്ലെങ്കിൽ വേറൊരു ഫോമിൽ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, കുറച്ചുകൂടെ നൊട്ടേഷൻ ഒക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് എക്സ് ഈക്വൽ ടു എൻ സ്ക്വയർ എന്ന് എഴുതാം. എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആരാണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ശരിയല്ലേ? ഈ പറഞ്ഞ അതേ കാര്യത്തിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ നമ്മൾ നൊട്ടേഷൻസ് ഉപയോഗിക്കണമെന്നുള്ളൂ. എക്സ് ഈക്വൽ ടു എൻ സ്ക്വയർ. അപ്പൊ അതിൽ എൻ എന്ന് വെച്ചാൽ അപ്പൊ ആരാവും? നാച്ചുറൽ നമ്പർ ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ. റൈറ്റ് ദ സെറ്റ് 1/2, 2/3, 3/4, 4/5, 5/6, 6/7. ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. അപ്പൊ നമ്മൾ ഈ സെറ്റിൽ വന്നിരിക്കുന്ന എലമെന്റുകളുടെ പ്രത്യേകത ആദ്യം നോക്കണം. എന്താണ് പ്രത്യേകത? ഈ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത്, ന്യൂമറേറ്റർ മീൻസ് മുകളിൽ വരുന്ന ആള്. ഓക്കെ, ന്യൂമറേറ്റർ വന്നിരിക്കുന്ന ആളേക്കാൾ 1 കൂടുതലായിരിക്കും ഡിനോമിനേറ്റർ വന്നിരിക്കുന്ന ആൾ. ശരിയല്ലേ? ഇവിടെ 1 ആണെങ്കിൽ താഴെ 2, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 3, ഇവിടെ 3 ആണെങ്കിൽ ഡിനോമിനേറ്റർ 4,
ഇവിടെ 4 ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ 5, ഇവിടെ 5 ആണ് ഡിനോമിനേറ്റർ 6, ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 7. ശരിയല്ലേ? ഇനി നോക്കിയേ, ഈ ന്യൂമറേറ്ററിന്റെ വാല്യൂ 1 2 3 4 5 6 എവിടെ നിന്ന് തൊട്ടേ വരുന്നുള്ളൂ? 1 തൊട്ട് 6 വരെയുള്ള വാല്യൂസേ എടുക്കത്തുള്ളൂ. ശരിയല്ലേ? അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലല്ലേ എഴുതുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും എഴുതാൻ പറ്റും. എക്സ് ഈക്വൽ ടു, എക്സിന്റെ പ്രത്യേകത എന്താണ്? n/n+1. ശരിയല്ലേ? മുകളിലുള്ള സംഖ്യയേക്കാൾ 1 കൂടുതലാണ് താഴെ വന്നിരിക്കുന്ന സംഖ്യ, അതാണ് നമ്മൾ വിളിക്കുന്നത് എക്സ് ഈക്വൽ ടു n/n+1. അപ്പൊ n ആരാന്ന് പറയണം? ഈ മുകളിൽ വന്നിരിക്കുന്ന സംഖ്യ n എവിടെ തൊട്ട് എവിടെ വരെ വരാൻ പറ്റും? 1 തൊട്ട് 6 വരെ വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ എഴുതണം where n is the natural number and 1 less than or equal to n less than or equal to 6. അപ്പൊ നോക്കിയേ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എല്ലാമായി. ഓക്കെ, കാരണം അപ്പൊ നോക്കിയേ എല്ലാ കാര്യങ്ങളും കിട്ടി. എലമെന്റ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ n/n+1 ആണ്. അതായത് ന്യൂമറേറ്ററിന് ഉള്ളതിനേക്കാൾ 1 കൂടുതലായിരിക്കും ഡിനോമിനേറ്ററിൽ. ഇനി അത് തുടങ്ങി എവിടെ അവസാനിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. 1ൽ തുടങ്ങി 6ൽ അവസാനിക്കും. അപ്പൊ നമ്മൾ എഴുതി n is a natural number and 1 less than or equal to n less than or equal to 6. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ. ആ എക്സാമ്പിൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് അവർ സെറ്റ് ബിൽഡർ ഫോമും തന്നിട്ടുണ്ട്, റോസ്റ്റർ ഫോമും തന്നിട്ടുണ്ട്. നമ്മൾ മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞു, നമ്മൾ ചേരുമ്പോൾ ചേർക്കുക, അതാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സെറ്റ് PRINCAL. ഓക്കെ, ഇനി നമ്മൾ വലത്തുവശത്തേക്ക് നോക്കുക. ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ആൾക്കാർ ആരാ നോക്കുക. എന്തായാലും പോസിറ്റീവ് ഇന്റിജർ ആൻഡ് ഈസ് എ ഡിവൈസർ ഓഫ് 18 എന്നുള്ളതല്ല, അത് ഉറപ്പല്ലേ? കാരണം അതിൽ നിന്നും യാതൊരു ബന്ധവുമില്ല. ഇനി എക്സ് ഈസ് ആൻ ഇന്റിജർ ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0 അല്ല, കാരണം ആൽഫബേറ്റോട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നാണ് എക്സ് ഈസ് ആൻ ഇന്റിജർ ആൻഡ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 1, അതുമല്ല. ഇനി അടുത്ത് നോക്കിയേ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഓഫ് ദ വേർഡ് പ്രിൻസിപ്പൽ. അതുകൊണ്ട് ഒരു മാച്ച് ഉണ്ട്. എന്താണ്? പ്രിൻസിപ്പൽ എന്ന വാക്കിന്റെ അകത്തുള്ള ആൽഫബറ്റ്സ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഏതൊക്കെ ആൽഫബറ്റ്സ് ഉണ്ട് പ്രിൻസിപ്പൽ വാക്കില്? പി ഉണ്ട്, ശരിയാണ്, പി ഉണ്ട്, പിന്നെ ആർ ഉണ്ട്, പിന്നെ ഐ ഉണ്ട്, എൻ ഉണ്ട്, സി ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഐ ആണ് വരുന്നത്. ഇനി ഐ എഴുതേണ്ട ആവശ്യമില്ല, ശരിയല്ലേ? ഒരു തവണ എഴുതിയാൽ മതി, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റിപ്പീറ്റ് ചെയ്യുന്ന എലമെന്റുകൾ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. സോ ഇനി നമ്മൾ ഐ എഴുതത്തില്ല. അടുത്ത ലെറ്റർ പി ആണ്. പി എഴുതണ്ട, കാരണം ഓൾറെഡി നമ്മളൊരു പി യെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. സോ ഇനി പി എഴുതണ്ട. എ വന്നിട്ടില്ല, അതുകൊണ്ട് എ നമ്മൾ എഴുതുന്നു, പിന്നെ എൽ എഴുതുന്നു. അപ്പൊ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പം ഒന്നാമത്തെ ആൻസർ ഇതാണ്, ഇഡി. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ആള് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 മാത്രം വരുന്ന ആള്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, എക്സ് ഈസ് എ പോസിറ്റീവ് ഇന്റിജർ ആൻഡ് ഈസ് എ ഡിവൈസർ ഓഫ് 18. 18ന്റെ ഡിവൈസർ ആയിട്ട് വരുന്ന പോസിറ്റീവ് ഇന്റിജർ അത് ആരൊക്കെ വരും? 1 വരാം, 2 വരാം, 3 വരാം. അപ്പൊ എന്തായാലും ഈ 0 ആയിട്ട് കണക്ഷൻ ഉള്ള ആളല്ല അത്. അപ്പൊ അത് വിട്ടേക്കും. ഇനി എക്സ് ഈസ് ആൻ ഇന്റിജർ ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0. അതായത് എക്സ് സ്ക്വയർ മൈനസ് 9 0 വരുന്ന ഇന്റിജേഴ്സ് അത് ആരൊക്കെയാണ്? 3ഉം -3ഉം ആണ്. അപ്പൊ എന്തായാലും അയാളല്ല. ഇനി അടുത്തത് നോക്കൂ, ഏതാണ്? set of all x such that x is an integer and x plus 1 equal to 1. x plus 1 equal to 1 വരണമെങ്കിൽ x ന്റെ വാല്യൂ എത്ര ആയേ പറ്റൂ? 0 ആയേ പറ്റൂ. അപ്പൊ നോക്കി, ഈ ആള് ആരുമായിട്ടാണ് മാച്ചിങ്? ഈ സി യുമായിട്ടാണ് മാച്ചിങ്. ഓക്കെ, പിടിക്കുക. ഇനി 1 2 3 6 9 18 അത് ആക്ച്വലി ആരാണ്? set of all x such that x is a positive integer and is a divisor of 18. ഓക്കെ, ഇനി 3 - 3 അത് മാത്രമേ മിച്ചുള്ളൂ. അപ്പം എളുപ്പം എഴുതാം. എങ്കിലും അത് ആരാണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റിജർ ആൻഡ് എക്സ് സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0. എക്സ് സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0 കിട്ടണമെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് 3 കൊടുത്തേ. അപ്പം 3 സ്ക്വയർ മൈനസ് 9 അത്രയാ? 0. എക്സിന്റെ സ്ഥാനത്ത് -3 കൊടുത്തേ. -3 സ്ക്വയർ മൈനസ് 9 ഈക്വൽ ടു 0. അത് ആക്ച്വലി ഇതാണ് ആൻസർ. ഓക്കെ, പിടിയില്ലോ. അപ്പം ഇതാണ് റോസ്റ്റർ ഫോം, അതേപോലെ സെറ്റ് ബിൽഡർ ഫോം എന്നൊക്കെ പറയുന്നത് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ സെക്ഷനിലുള്ള എക്സസൈസ് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. കിട്ടാത്ത ക്വസ്റ്റ്യൻസ് കമൻറ്റിൽ നിങ്ങൾ പറയുക. നമുക്ക്
കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സസൈസ് പ്രോബ്ലത്തെ പറ്റി ഒരു ഡിസ്കഷൻ നടത്താം. ഓക്കെ, അതിൻ്റെ വീഡിയോ ചെയ്യാം, എക്സസൈസ് പ്രോബ്ലംസ് എല്ലാം എങ്ങനെ ചെയ്യാം എന്നുള്ളത്. അതിനു മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ട് ഈ എക്സസൈസ് പ്രോബ്ലംസ് എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ ഏകദേശം 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് തന്നെ പല പിരിവുകളുണ്ട്. അപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങളതെല്ലാം ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.